ചിമ്പു എന്നിട്ട് എടുക്കണേ. ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നല്ലോ. ചിമ്പു മഴ നനഞ്ഞാ? ചിമ്പു കിടക്കുന്നത് ഇവിടെ മരത്തിൻ്റെ ഒരു പീസ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന്മേട്ട് നമ്മുടെ ചിമ്പു ഇപ്പോൾ കിടക്കുന്നത്. ചിമ്പുവിന് നമ്മളൊരു കൂട് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ആ കേജ് നമ്മൾ ചിമ്പുവിന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിമ്പുവിന് മഴയൊന്നും കൊള്ളാണ്ട് കിടക്കാൻ വേണ്ടിയിട്ട് പറ്റും. ചിമ്പു സ്നേഹം കാണിക്കുന്നതാണ് കാണണത്. വന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കിടക്കാണ് ആള്. ചിമ്പുട്ടെ, ചിമ്പു പുലിയാന്ന ചിലവരൊക്കെ പറയണ. കൊച്ചു പുലിയാണോ? എന്നെ പിടിച്ച് കടിക്കരുത് ചിമ്പു. ചിമ്പു ചിമ്പുട്ടൻ പുലിയാന്ന ചിലവർ പറയണേ. ചിമ്പു പുലിയാണോ? ചിമ്പു ചിമ്പുട്ട ചിമ്പുട്ട ചിമ്പുന് വിശക്കുന്നുണ്ടല്ലേ? ഫുഡ് കൊണ്ടുവരാട്ടാ. പിന്നെ നമ്മുടെ ഈ മഞ്ഞ റോസ് ഉണ്ടല്ലോ, ഇതിന് പൂവിന്, ഈ പൂവിന് ഏറ്റവും മണം കൂടുതലായിട്ടോ. ഭയങ്കര മണം അതിൻ്റെ പൂവിന്. ഇപ്പം കഴിഞ്ഞ ദിവസം കാണിച്ചതിനേക്കാളും കൂടുതൽ പൂവുകൾ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ മഞ്ഞയുടെ. എത്ര മുട്ടുകളാണ് അതുണ്ടായേക്കണേ ഓരോ കൊലയുമേ. ഈ പൂവ് ഇപ്പം നമ്മൾ വെള്ള കളർ ഈ മാറുമെന്ന് പറഞ്ഞില്ലേ, നന്നായിട്ട് വലുതായി കഴിഞ്ഞപ്പോൾ ആ പൂവ് കാണുമ്പോഴുണ്ടല്ലോ, എനിക്ക് നമ്മുടെ നാട്ടിലെ ഗന്ധരാജൻ ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചെടിയാണ് ഗന്ധരാജൻ. നല്ല മണമുള്ള ഇവിടെ നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. പക്ഷെ നമ്മൾ പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കേട് വന്ന് പോകും. പിന്നെ നമ്മൾ അകത്ത് വെക്കണം. പിന്നെ നമുക്ക് അകത്തായിരുന്നാലും അങ്ങനെ അത്രയ്ക്ക് അങ്ങനെ ഒരു സൺലൈറ്റ് ഒന്നും വരില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ അങ്ങനെ വാങ്ങിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് വരില്ല. കാരണം തണുപ്പ് തുടങ്ങുമ്പോൾ എല്ലാവരും പോവും. ആ പൂവിൻ്റെ ഒരു പോലെയാണ് ഇതിപ്പോൾ നമുക്ക് റോസിൻ്റെ ഇതുപോലെ കാണുന്നത്. പക്ഷേ അതിനത്രയ്ക്ക് വലിപ്പം ഉണ്ടാവില്ല. പക്ഷേ ഇതിൻ്റെ ഈ പെറ്റൽസിനേക്ക് അതിൽ നല്ല വലിപ്പമുണ്ട്. ഇതായിരുന്നാലേ നമ്മൾ ഈ സ്റ്റാൻഡ് പോലെ ഇങ്ങനെ വെച്ചേക്കുന്നത് അത് അത്രയ്ക്ക് ശരിയായിട്ടുണ്ട്. ഇതിനെല്ലാത്തിനും നമ്മൾ ക്രൗൺ പോലെയുള്ളത് നമ്മൾ വെച്ച് കൊടുക്കണം. എന്നാൽ ഇതെല്ലാം ശരിക്കും നന്നായിട്ട് വരുള്ളൂ. ഇതിനെ കൊമ്പ് തൊടുമ്പോൾ തൊട്ടുണ്ട് ഈ ഒരു കൊമ്പ് അവിടെ ഒടിഞ്ഞെടുക്കുന്നുണ്ട് പറഞ്ഞത്. അതിന് കുറേ മുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ കൊമ്പ് ഒടിഞ്ഞെടുക്കുന്നുണ്ട്. ഇതാണ് അപ്പോൾ കുറേ മുട്ടുണ്ട്. എൻ്റെ മേലും തട്ടിയില്ല, 2 കൊമ്പ് ഒടിഞ്ഞെടുക്കുന്നുണ്ട് അവിടെ. ഇനിയിപ്പോൾ ഈ റോസ് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്തത് നമ്മുടെ ഡാലിയും പിന്നെ സീനികയൊക്കെ വരും കേട്ടോ. ഡാലിയും സീനികയൊക്കെ കഴിഞ്ഞ വർഷം നമുക്ക് കുറേ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ലേ. ഈ വർഷവും നമുക്ക് അതേപോലെ തന്നെ. എനിക്കാണ് ഈ വർഷം നമുക്ക് സീനികയൊക്കെ അതിലും കൂടുതലുണ്ടാവും. ഞാൻ കുറേ വിത്തൊക്കെ പാവി മുളപ്പിച്ച് അതൊക്കെ നമ്മൾ ആ ഡാലിയ തോട്ടം ഉണ്ടല്ലോ, അതിനകത്തൊക്കെ കൊണ്ടുപോയി ഞാൻ 2 തൈകളൊക്കെ ഈ വർഷം നട്ടിട്ടുണ്ട്. ഇപ്രാവശ്യം കഴിഞ്ഞ വർഷത്തേനേക്കാളും കുറച്ചും കൂടി നന്നായിട്ട് വരുമെന്ന് വിചാരിക്കണം. വേണ്ട, ഇത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഒരു മഞ്ഞ റോസ്. അതിൻ്റെ കൊമ്പിന് ഭയങ്കര കനം കുറവാന്ന് പറഞ്ഞില്ലേ. അത് ഞാൻ അങ്ങോട്ടേക്ക് നടന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മേല് പതുക്കം തട്ടിയുള്ളൂ. അപ്പോഴേക്കും അതിൻ്റെ കൊമ്പ് ഒടിഞ്ഞ് വലിയ കൊമ്പായിരുന്നു. അപ്പോൾ നന്നായിട്ട് പൂവുണ്ടായിരുന്നു. എനിക്കപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ അതിവിടെ കൊണ്ടിട്ട് കുത്തി വെച്ചതാണ്. പക്ഷേ കൊമ്പ് കുത്തിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ പിടിക്കില്ല കേട്ടോ. ആരോ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നാട്ടിലേക്ക് വരുമ്പോൾ റോസിൻ്റെയൊക്കെ ഓരോ കൊമ്പ് കൊണ്ടുവരുന്നു. പക്ഷേ കൊമ്പ് നട്ടിട്ടുണ്ടെങ്കിൽ പിടിക്കില്ല. അത് ഞാൻ അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ വെറുതെ കൊണ്ടുവന്ന് വെച്ചതാണ്. കാര്യം വയ്ക്കുന്നുണ്ട് കേട്ടോ. ഒരു മഴ കഴിഞ്ഞുള്ളൂ. ഇനി അടുത്ത മഴ വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. നാട്ടിലും മഴയാണ്, ഇവിടെയും മഴയാണ്.
അവിടെ വേറൊരു പൂച്ച വന്നിരിക്കുന്നുണ്ട്. ടാസ്കിന് അതിനെ നോക്കിയിട്ട് നിൽക്കുന്നതേ കാണുന്നത്. ആണി എടുക്കുന്നതാണല്ലേ അത്. നമ്മുടെ ഒരു സിങ്ക് സെറ്റ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ പോൾസേട്ടൻ അത് പൊളിച്ച് മാറ്റി. എന്നിട്ട് ഞാൻ അവിടെ എങ്ങനെ നെയിലെങ്ങനെ കിടക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, അത് ഈ ആണി പിടിക്കുന്ന സാധനം കേട്ടത്. അതുമേ ഈ കാന്തമാണ് ഇരിക്കുന്നത്. അത് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആണികൾ അവിടെ ഒരു പാത്രത്തിലേക്ക് പോൾസേട്ടൻ എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ കൈമയും കാലുമൊക്കെ കുത്തിക്കൊള്ളേ. അതിൻ്റെ അടിയിൽ കാണുന്നത് ആ ലഡ് പിടിപ്പിച്ചേക്കുന്നത്. അതിൻ്റെ അടിയിൽ ആണി കിട്ടണ്ടാവും ചേട്ടാ ഓട്ടെ വേനെ. വലിയ കുറേ ആണികൾ. ഇത് മുഴുവനകത്ത് ഉണ്ടായതല്ല കേട്ടാ. അതിൻ്റെ വേറെ ആ ചെങ്ങല നമ്മുടെ കുഞ്ഞാലിൻ്റെ ആണോ ചേട്ടാ? നമ്മുടെ കുഞ്ഞാലിൻ്റെ ചെങ്ങലയാണ് കിടന്നുണ്ട്. ഇവിടെ നമ്മൾ പുല്ലൊക്കെ വെട്ടി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പോവാം. കിട്ടിയാ അതാ നോക്കിക്കാം, പിടിച്ചിരിക്കുന്ന നോക്കിക്കോ. ആട്ടെ നോക്കട്ടെ. ഒന്നും ചെയ്യാൻ പോണ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ നീ ഇവിടെ കണ്ട കോല് പിടിച്ചിട്ട് കണ്ട അലീനെ കണ്ടിട്ടുണ്ടായിരുന്നു. അലീനെ ഇപ്പൊ വന്നപ്പോഴാണ് കണ്ടത്. അത് നമ്മുടെ ഊഞ്ഞാലിൻ്റെ ഉണ്ടല്ലോ അപ്പൊ അഴിച്ചെടുത്തെന്ന് പറഞ്ഞില്ലേ, അതിന്റെ കോലാണ് നമ്മളിത് ഇവിടെ കുഴിച്ചിട്ടേക്കുന്നത്. ഇതിനും നല്ല ഇതുണ്ട്, നല്ല ഭാരമുണ്ട്. പപ്പ അടിയിൽ സിമെന്റ് വെച്ചിട്ട് ഉറപ്പിച്ച് വെച്ചാണ് കണ്ടല്ലീന. ഇനി നമ്മൾ വേണമെങ്കിൽ ഒരു ഊഞ്ഞാല് കെട്ടി നിങ്ങൾ ഞാത്തിയാലും വീഴില്ല. ഇനി ഈ സൈഡിലും കൂടിയിട്ട് ഇങ്ങനത്തെ ഒരു കോല് നമ്മൾ വെക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ അഴിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് പോവാം. ഇതിങ്ങനെ ഇരിക്കുമ്പോൾ അത്രയ്ക്ക് ഭംഗിയില്ലല്ലോ. അപ്പം ഇത് നമ്മൾ അഴിച്ചു മാറ്റിയിട്ട് ആ സൈഡിൽ ഇതേപോലെ കോല് വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് നേരെ ഒരു കോല് വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നല്ല വെയിൽ വരുന്നുണ്ട്. അപ്പം ഇത് അഴിച്ചിട്ടിട്ട് അപ്പം അഴിച്ചെടുക്കുക. എൻ്റെ പോൾസെട്ട് അത് അഴിച്ചെടുക്കാൻ പറ്റുന്നില്ലല്ലോ. ഓക്കെ മുഴുവൻ അഴിക്കണം പോൾസെട്ടാ. ഈ റാവ് പറഞ്ഞിട്ടൊന്ന് മാത്രം മതിയാ? ഓക്കെ ഇതും കൂടി ഇട്ടല്ലേ. ഇവിടുത്തെ ഒരെണ്ണോടി കഴിക്കട്ടെ. ഇവിടെ അല്ലെങ്കിൽ നമുക്ക് കോല് കുത്താൻ പറ്റില്ല. ഒരെണ്ണോടി കഴിക്കട്ടെ. മൊത്തം കഴിക്കണം. അടിയിൽ നന്നായിട്ട് കുഴിച്ചിട്ട് ഇത് നമ്മുടെ വെള്ളപ്പൂണ്ടാവിടെ ആ ചെടിയാട്ടോ. ഇതുമ്പോൾ നോക്കിക്കേ ചെറിയ ചെറിയ മുട്ടുകളൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. ഇങ്ങനെ 2 ആഴ്ച 3 ആഴ്ച കഴിയുമ്പോഴേക്കും ഇവിടെ നിറച്ചും പൂവും വരും. പിന്നെ നമ്മുടെ മുന്തിരിക്ക് നമ്മൾ കൊടുക്കുന്ന പുതിയ സ്റ്റാൻഡ് ഉണ്ട്. ആ സ്റ്റാൻഡൊക്കെ വെച്ചിട്ട് നമ്മുടെ മുന്തിരി ഇവിടെ ഇങ്ങനെ പോലെ ഇങ്ങനെ വരും. ഫുള്ള് ഈ പ്രാവശ്യം പെട്ടെന്ന് വലുതാവില്ല മുന്തിരി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വർഷം തന്നെ ഫുള്ളിങ്ങനെ കവർ ചെയ്യും തോന്നുന്നു. ഇത് നമ്മളെ ഈ കോല് നീനയുടെ ബർത്ത്ഡേക്ക് നമ്മൾ ബലൂണ് ഞാത്തിയിടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൺലൈൻ വഴി വാങ്ങിച്ചൊരു കോലായിരുന്നു. എന്നിട്ട് നമ്മളതിവിടെ കുഴിച്ചിട്ട് അടിയിൽ ഒരെണ്ണിരിക്കുന്നുണ്ട്. അതിവിടെ ഇരുന്നോട്ടെ പോസത് ചെറുതേ. ഇവിടെ നമ്മൾ വലിയ കുഴി കുത്തണം. വലിയ കുഴി കുത്തിയിട്ട് സിമെൻറ്റ് ഇട്ടിട്ട് വേണം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പണി നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് വേണം. ഇത് നമുക്ക് നല്ല പച്ചക്കറികൾക്ക് എന്തെങ്കിലുമൊക്കെ കുത്ത് എടുക്കാൻ വേണ്ടി താങ്ങ് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. ഇന്നേ കുറച്ച് നേരം മുമ്പ് ഭയങ്കര മഴയായിരുന്നു. മഴ മാറിക്കഴിഞ്ഞ് വെച്ചിട്ട് വെയിൽ കളിക്കുന്നുണ്ട്. ചില സമയത്ത് ഭയങ്കര കാറ്റ് വീശുന്നുണ്ട്. മുന്തിരി വലുതായി വരുന്നുണ്ട്. ഈ ചിലവൻ കണ്ടെങ്കിൽ നിങ്ങൾ പറയണ്ടായിരുന്നു ഇത് പച്ചമുന്തിരിയാന്ന് തോന്നുന്നത്. പച്ചമുന്തിരിയാന്ന് തോന്നുന്നു കേട്ടോ. അത് വലുതായി വരുന്നുണ്ട്. പെട്ടെന്ന് വലുതാവുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ 4 വർഷമായി വാങ്ങിച്ചു വെച്ചിട്ട്. 2 വർഷത്തേക്ക് വലിയ അനക്കൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ കുഞ്ഞ് തയ്യായിട്ട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു.
അതായത് കഴിഞ്ഞ വർഷമാണിത് പിന്നെ പെട്ടെന്ന് വലുതായത്. ഇയാൾ ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ വർഷം ഇപ്പൊ അത് മേലേക്ക് വന്നു കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇത് വലുതായത്. നല്ല രസമുണ്ടാവും. അവിടെ ഈ വെള്ളപ്പൂവും പിന്നെ മുന്തിരി കൊടുത്ത് ഉണ്ടായി കിടക്കുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. വളരെ കുഴി കുഴിക്കാനുള്ളത് എവിടെ ഇരിക്കണേ? പിക്കാസ് എവിടെ ഇരിക്കണേ? കുഴി കുഴിക്കാനുള്ള പിക്കാസ് എവിടെയാ? അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ പിക്കാസ്, കുഴി കുത്താനുള്ള പിക്കാസ്. ഓ പണ്ട് നീ പറഞ്ഞല്ലേ, എന്നിട്ട് തന്നെ പറയണേ പിക്കാസ്, എന്നിട്ട് പറയണേ ഓ പിക്കാക്സ്. ഓക്കെ പിക്കാക്സ്, മറ്റേ ആസല്ല മനസ്സിലായി. ചട്ടി ഇരുന്നിടത്ത് കുഴിച്ചാ മതിയാ? ഈ ചട്ടി ഇരുന്നിടത്ത് മതിയാ? അത് കാണിച്ചേ, ഇവിടെ മതിയാ? ഓ ആ കാല് ഇവിടെ കുഴിക്കണം, ഇവിടെ കുഴിക്കണം. എവിടെ കറക്റ്റ് സ്ഥലം പറയാം. നല്ല അറിയില്ല. ഇവിടെ കുഴിക്കണം, അവിടെ കുഴിക്കണം. എന്തിനാ അവിടെ കുഴിക്കണേ? അവിടെ കുഴിച്ചു കഴിഞ്ഞു. ഇവിടെയും കൂട്ടി അവിടെയും കൂട്ടിരുന്ന അറ്റത്ത് അടിയിൽ നമ്മൾ നമുക്ക് വേറെ വലിയൊരു പണി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ വീട് വാങ്ങിച്ച സമയത്തെ ഈ സിമെന്റ് ഇടാൻ പോണതിന് മുമ്പ്, നമ്മൾ വീട് വാങ്ങുന്ന സമയത്ത് ഇവിടെ സിമെന്റ് ടാറൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ നമ്മൾ വീട് വാങ്ങിച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ ഈ സിമെന്റ് ഇടുന്നതിന് മുമ്പ് നമ്മൾ ഇവിടെ അടിയിൽ ഒരു ലെയർ കല്ല് ചിറ്റോറും അങ്ങോട്ട് വെപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ ആൾക്കാരെ കൊണ്ട് അന്ന് എനിക്ക് തോന്നുന്നു ഈ കല്ല് ഇഷ്ടിയാണ് ഇതിൻ്റെ അടിയിൽ ഒരു ലെയർ നമ്മളിങ്ങനെ ഭംഗിക്ക് ലെയർ പോലെ വെപ്പിച്ചതാണ്. അന്ന് നമ്മൾ നല്ല വില കൊടുത്തിട്ട് നമ്മൾ ചെയ്യിപ്പിച്ചതാണ്. അത് എനിക്ക് $1500 അങ്ങോട്ട് വെച്ച് കൊടുത്തതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ സിമെൻ്റൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ആ ഇഷ്ടികയൊക്കെ താഴെ പോയി, നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റാണ്ടായിപ്പോയി. 2-3 ലെയർ ഇഷ്ടിക നമ്മൾ ഇതിൻ്റെ അടിയിൽ വെപ്പിച്ചിട്ടുണ്ട്. അലീന കണ്ടത് ഇതൊക്കെ ചെറുതായിരുന്നത് വെപ്പിച്ചതാ കണ്ട. ഇത് നമ്മൾ ആൾക്കാരെ കൊണ്ട് നമ്മൾ വെപ്പിച്ചതാ. അത് നല്ല ഭംഗിയിലാന്ന് ആൾക്കാർ വെച്ച് തന്നു നമുക്ക്. പക്ഷെ നമുക്കത് ഉപകാരം ഉണ്ടായില്ല. നമുക്ക് ഈ പപ്പ എന്താണെന്ന് വെച്ചാലേ ഈ ഇഷ്ടിക നമ്മൾ ഇവിടെ നിന്ന് മാറ്റണം, എന്നാലേ കുഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അത് ചിറ്റോറും അവരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഭംഗിയിൽ ഉറപ്പിച്ച് വെച്ചിട്ട് പോയിട്ടുണ്ട്. എൻ്റെ അമ്പോ, എൻ്റെ ബോസേട്ടോ, ഇത് ഭയങ്കര ബല. അനങ്ങി കൊടുക്കല്ലേ. അടിയിലേക്ക് കുത്ത്. അപ്പൊ നമ്മള് ഹെൽപ്പ് ചെയ്യാൻ അതിന്റെ അടിയില് നമ്മളതിന്റെ അടിയിൽ അങ്ങനെ കുത്തിയിട്ട് പൊന്തിക്കണം. അത് അടിയിലേക്ക് കുത്തി നന്നായിട്ട്. നീ എന്തായാലും ജിമ്മിലേക്ക് പോണതല്ലേ, ഇത് ജിമ്മാവട്ടെ. അങ്ങനെ വരില്ല, അടിയിലേക്ക് നന്നായിട്ട് കുഴിക്കണം. അങ്ങനെ വലിച്ച വരില്ലടി. ഊത്ത്. അയ്യോ അത് നമ്മുടെ അവിടെ വീൽ ബാരോ ഉണ്ടല്ലോ, ഞാൻ ഉന്തി കൊണ്ട് എടുക്കാറുണ്ടായിരുന്നില്ലേ, അതിൻ്റെ ടയറിൻ്റെ ഇത് പോയി, എയർ പോയി. എന്നിട്ട് പോൾസൈഡിനും അലീനയും കൂടിയിട്ട് അവിടെ അതിന് എയർ അടിക്കുന്നതാണ് കാണുന്നത്.
very artistic. ഇവിടെ ചുമന്ന റോസ് ഉണ്ടായിരുന്നില്ലേ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. കുറേ പൂവുകളൊക്കെ ഇതാ നോക്കിക്കുക കൊഴിഞ്ഞു പോയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെയും കുറേ വിരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് അതിൻ്റെ കളർ കാണാൻ പറ്റിയിട്ട് എന്ത് രസമെന്ന് പറയും. ചെറുതായിട്ട് കാറ്റ് വീശുന്നുണ്ട്, ചില സമയത്ത് വെയിൽ തെളിയുന്നുണ്ട്, ചില സമയത്ത് ഭയങ്കര ക്ലൗഡി ആയിട്ട് വരുന്നുണ്ട്, ചില സമയത്ത് ഭയങ്കര കാറ്റ് വീശുന്നുണ്ട്. ആകെ ഒരു മാറി മറിഞ്ഞിട്ട് വരുന്ന ഒരു വെതറാണ് ഇന്ന്. ഇവിടെ നോക്കിക്കേ, ഇത് നോക്കിക്കേ, എന്തോ ഓരോ ഫോട്ടോ ഇങ്ങനെ നോക്കിക്കേ, നല്ല രസമായിട്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഓരോ അല്ലി ഉണ്ടല്ലോ ഭയങ്കര വലിപ്പം. അതിലൊക്കെ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ശരിക്കും എനിക്ക് ക്യാമറയിൽ കാണുമ്പോൾ അതിൻ്റെ അത്രയ്ക്കാണ് ഭംഗി വരുന്നത്. ശരിക്കും നേരിട്ട് കാണുമ്പോൾ നല്ല രസമാണ്. നല്ല നീളമാണ് ഇതിൻ്റെ പൂവിനുണ്ടല്ലോ. നമ്മൾ ഈ കൊക്കയിലൊക്കെ വെക്കുമ്പോൾ പൂവുണ്ടാവില്ലേ, റോസാപ്പൂ ഉണ്ടാവില്ലേ, നല്ല നീളത്തിൽ വരുന്ന റോസാപ്പൂ, അതേപോലത്തെ റോസാപ്പൂ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇത് ഞാനിവിടെ കൊണ്ടുവന്ന വെച്ചാൽ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് മുകളിലേക്ക് ഈ ഇതുകൊണ്ട് ഈ റെയിലിലേക്ക് ഇങ്ങനെ പടർത്താൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവരുന്നത്. ഇനി ഇവിടെ എന്തെങ്കിലും ഒരു ചരട് വശത്തേ പിന്നെ നമ്മളിങ്ങനെ കെട്ടിയിട്ട് അങ്ങോട്ടേക്ക് മുകളിലേക്ക് പടർത്തും. ഇത് ശരിക്കും ഭയങ്കര മുകളിൽ നിന്നിട്ട് ഭയങ്കര അടിയിൽ നിന്നാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ കൊമ്പ് ഭയങ്കര അടിയിലായിരിക്കുന്നത്. ഞാൻ ഇത്രയും പൊക്കത്തല്ലേ ഇരിക്കണത്. ഈ റോസ് നല്ല ഹൈറ്റിൽ പോയിട്ടുണ്ട്. നമ്മുടെ ആസ്മിനെ പേടിപ്പിക്കുന്ന ഒരു കിളി ഉണ്ടെന്ന് പറയില്ല, ആ കിളിയാണ് കിടന്നിട്ട് സൗണ്ട് ഉണ്ടാക്കുന്നത്. ആസ്മിന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. നിങ്ങൾ ആരോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കിളി ഇവിടെ എവിടെയെങ്കിലും മുട്ടയിട്ട് വെച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ മുട്ടയിട്ട് വെച്ചിട്ടുണ്ടാവും. കാരണം അവർ ശരിക്കും ഇങ്ങനെ ഈ കാടിൻ്റെ ഉള്ളിലാണ് അവർ സാധാരണ താമസിക്കുക. ഇങ്ങനെ അധികം ഇങ്ങനെ പുറത്തിങ്ങനെ ഇങ്ങോട്ടേക്ക് അധികം ആദ്യമൊന്നും വരാറൊന്നും ഉണ്ടായിരുന്നില്ല. ഇവരുടെ കുഞ്ഞുങ്ങൾ ഇന്നേ വരെ നമ്മളോട് വിരിച്ചിട്ട് കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മൾ ഫുഡൊക്കെ കൊടുത്തു തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നു അവർ ഇവിടെ വന്നിട്ട് ചിലപ്പോൾ മുട്ടയിട്ടിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഇവർക്ക് ഭയങ്കര പേടിയാന്ന് തോന്നുന്നു. ആസ്പിനൊക്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരം വെളുക്കുമ്പോൾ തുടങ്ങും ഇവർ കിടന്നിട്ട് ഭയങ്കര സൗണ്ട് ഉണ്ടാക്കല കിടന്നിട്ട് ഇവർ. അപ്പോൾ ഇതാണ് നമ്മുടെ റോസാപ്പ്. പിന്നെ മറ്റേ അവിടുത്തെ റോസും കാണാൻ വേണ്ടിയിട്ട് നല്ല രസമല്ലേ. ഇത് നല്ല ഭംഗിയുണ്ട്. കുറേ പൂവൊക്കെ കൊഴിഞ്ഞു, കുറേ പൂവ് ഉണ്ടായി വരുന്നു. അതായത് നോക്കി കയറിന് ഇത് മണത്തപ്പോഴാണ് ഇതിൻ്റെ ഉള്ളിൽ എന്തോ പ്രാണികളുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ കളർ കണ്ടില്ലേ, നല്ല രസമല്ലേ, നല്ല വലുപ്പമല്ലേ പൂവിന്. ഞാൻ പറയുന്നതൊന്നും നമ്മൾ കേൾക്കണില്ല, ഇപ്പോൾ ക്യാമറ അഡ്ജസ്റ്റിങ്ങിൽ നിൽക്കുകയാണ്. ഈ ഇത്രയ്ക്ക് വലുപ്പമുള്ള ഇത് കണ്ടിട്ടുണ്ടോ, പൂ കണ്ടിട്ടുണ്ടോ, ഇതിൻ്റെ ഓരോ പെറ്റൽസ് കണ്ടില്ലേ, കണ്ടോ പോയി. ഇത് നോക്കിക്ക്, ഇത് മെലിഞ്ഞുള്ളത് കണ്ട, ഇത് എത്ര നോക്കി അതിൻ്റെ അടിയിലൊക്കെ ഉണ്ട് കേട്ടോ, തെങ്ങിണ്ട്. എത്ര കൊമ്പ് വേണം നിനക്ക്? ഞാനാ ലുക്ക് അറ്റ് ദിസ് എന്നെ കാണുന്നുണ്ടോ? നല്ല രസമുണ്ടോ കാണാൻ വേണ്ടിയിട്ട്? സൂപ്പർ മണാണ് കേട്ടോ, സൂപ്പർ മണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പർ മണാണ്. ഇവിടെ ഉണ്ട്, വേറെ കൊമ്പുണ്ട്, നല്ല ഭംഗി കാണാൻ വേണ്ടിയിട്ട്. ഞാനവിടെ നിന്ന് ഡോറ് തുറക്കുമ്പോൾ ഏറ്റവും അധികം കാണുന്നത് ഈ റോസാ. നന്നായിട്ട് തോന്നും. മുട്ട എന്നിട്ട് അത് താനെ എടുത്തിട്ട് അതിൻ്റെ കൊക്ക് വെച്ചിട്ട് അടിയിലേക്ക് വെക്കുക. എനിക്ക് തോന്നുന്നു അത് കുഞ്ഞിനെ വിരിക്കാനുള്ള പരിപാടിക്ക് ഇരിക്കുന്നതാന്ന് തോന്നുന്നു. പക്ഷെ നമുക്ക് കുഞ്ഞ് വിരിയില്ല, നമുക്ക് ചാത്തനില്ലല്ലോ, നമുക്ക് പൂവൻകോഴി ഇല്ലല്ലോ, ഒരു വലിയ നമ്മുടെ ബുൾഡോസർ കോഴി ഉണ്ടല്ലോ, ആ കോഴീനെ അവിടെ ഇരിക്കുന്നത് 2 ദിവസമായി മുട്ടയിലിരിക്കും. പക്ഷെ ഞാൻ മുട്ട എല്ലാ സ്ഥലത്തും മാറ്റും. പക്ഷെ അവർ ഇരുന്നാലും കുഞ്ഞ് വിരിയില്ലല്ലോ. ഇപ്പോഴത്തെ കോഴികളൊന്നും അങ്ങനെ ഈ മുട്ട വിരിയിക്കുന്ന കോഴികളല്ല ഇപ്പോൾ വരുന്നതൊക്കെ. എനിക്ക് പണ്ടത്തെ നാടൻ കോഴികളൊക്കെ ഇരിക്കുക. നമുക്ക് ആദ്യം അങ്ങനത്തെ ഒരു കോഴി ഉണ്ടായിരുന്നു, നമ്മളോട് കുഞ്ഞുങ്ങളെ കൊത്തി വിരിയിച്ചിട്ടൊക്കെ ഉണ്ട് നമ്മൾ. പക്ഷെ ഇപ്പോഴത്തെ കോഴികളൊന്നും അങ്ങനെ പൊരുന്തണില്ല, പൊരുന്നാത്ത കോഴികളതൊക്കെ. ഇവിടെ താറാവ് കുഞ്ഞുങ്ങളായിരുന്നാലും നന്നായിട്ട് വലുതായിട്ടുള്ളതാണ്. അവർക്ക് വെള്ളം നടത്തുന്നു. നമ്മുടെ ചിമ്പൂട്ടനെ എവിടെ നോട്ടേടാ, ചിമ്പൂട്ടൻ ഇപ്പം ഇറങ്ങൂട്ടാ. നമ്മുടെ കോഴീനെ താറാവിനെയൊക്കെ അയച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചിമ്പൂട്ടൻ അവിടെ ഇരിക്കുന്നുണ്ടാവും. ഇവരെ അഴിച്ചിടുമ്പോൾ മാത്രമേ ചിമ്പൂട്ടൻ പുറത്തേക്ക് വരുള്ളൂ. അല്ലെങ്കിൽ ചിമ്പൂട്ടൻ ആ കോഴിക്കോടിൻ്റെ സൈഡിൽ എവിടെയെങ്കിലേക്ക് ഇരിക്കും.
അത് കഴിഞ്ഞിട്ട് ഇനി ഇവരെ അയച്ചിട്ട് കഴിയുമ്പോൾ ചിമ്പും വരും. എന്നിട്ട് ഇവരുടെ കൂടെ കളിക്കും. ഇവരെല്ലാവരും കൂട്ടം കൂടി നിൽക്കുമ്പോൾ ചിമ്പു അതിൻ്റെ മുമ്പിൽ കൊടുത്തിട്ട് ഒറ്റ ഓട്ടം ഓടും. അതെന്നെ എവിടെയെങ്കിലും പോയിട്ട് ഇങ്ങനെ ഒളിച്ചിരിക്കും, ഹൈഡ് ചെയ്തിരിക്കും. ഭയങ്കര കാറ്റ് വീശുണ്ടാകില്ല ആ മരത്തിലേക്ക് കണ്ടിട്ട് നല്ല രസം. ഭയങ്കരമായിട്ട് കാറ്റ് വീശുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ എനിക്കിവിടെ ഈ കുഴി കുടിക്കണം പരിപാടി ഉണ്ട്. ആ ഇഷ്ടിക നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. ആ ഇഷ്ടിക എടുക്കണം. ഇഷ്ടിക എടുത്ത് കഴിഞ്ഞിട്ട് അവിടെ കുഴി കുത്തണം. അത് നല്ല പണിയാണ്. എനിക്ക് പോളിച്ചേട്ടൻ ഇവിടെ കുഴി വെട്ടാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ചെറിയ മെഷീൻ വെച്ചിട്ടാണ് വെട്ടുന്നത്. കാരണം നമ്മുടെ ആ ഊഞ്ഞാലി ഇരുന്നോടത്തേക്ക് ഇല്ല, അത് ഇതിനകത്ത് ടാഗിങ് ചെയ്യുന്നതാട്ടാ. ഇനി അത് പുല്ല് നമ്മൾ എടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പുല്ല് അതിൻ്റെ അടിയിൽ വന്നിട്ട് നമ്മുടെ കയ്യിൽ വലിയ മെഷീൻ ഉണ്ടല്ലോ, ട്രാക്ടർ, അതിനകത്ത് നമുക്ക് ബാഗിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ നമുക്ക് കുറേ പുല്ലുള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ ബാഗിങ് ചെയ്യാറില്ല. നമ്മൾ എല്ലാ ആഴ്ച നമ്മൾ വെട്ടും. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് പുല്ല് പോകുള്ളൂ. അപ്പോൾ ഇങ്ങനെ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ അവിടെ ഇപ്പോൾ പുല്ല് കുറച്ച് വലുതായിട്ടുണ്ട്. സിൻസെറ്റൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ തന്നെ അവിടെ പുല്ല് വെക്കാൻ വേണ്ടിയിട്ട് പോകണം. സാറ്റർഡേ സൺഡേ നമുക്ക് പുറത്ത് നിൽക്കിയപ്പോൾ എന്തെങ്കിലുമൊക്കെ പണികളുണ്ടാവും. സമ്മറാണല്ലോ. അവിടെ കോഴി അടുപ്പിൽ മുട്ടയിടാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട്. മുട്ടയിടലും കഴിഞ്ഞോ? ഇപ്പൊ വേറെ സ്ഥലത്തെ മുട്ടയിടാൻ കയറണേ. ഞാൻ അതിന് കൂടിൻ്റെ ഉള്ളിൽ മുട്ടയിടുന്നുണ്ടോ, ഞാൻ മുട്ടയെടുത്തിട്ട് വെച്ചേ. ബാക്കിയുള്ള കോഴിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. വേറെ അടുപ്പിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിമ്പുതേ വന്നിട്ടുണ്ട് കേട്ടോ. ആ ചെടികളുടെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചിമ്പു ഇപ്പം ഇങ്ങോട്ട് വരും കേട്ടോ. എന്നും കോഴികളുടെ പിന്നാലെ ചിമ്പൂട്ടിനും ഇറങ്ങും. അല്ലെങ്കിൽ ചിമ്പു അവിടെ നിന്ന് ഇരിക്കണം. അവിടെ നിന്ന് അനങ്ങി കൊടുക്കില്ല ചിമ്പു. ചിമ്പു ആ വെള്ളം കുടിക്കണേ. ചിമ്പൂട്ടാ, ചിമ്പു ചിമ്പുവിന് വലിയ താറാവുകളേനെ അത്രയ്ക്ക് വലിയ ഇതില്ല. കുഞ്ഞു താറാവുകളുടെ കൂടെ കളിക്കാൻ അവനിഷ്ടം. വലിയ താറാവ് വന്നപ്പോൾ അവൻ പോയി, അവൻ നീങ്ങുന്നു. ആ ആ ആരാണ്ടെങ്കിൽ മുട്ടയിടാൻ കയറി ഇരിക്കണ്ടല്ലോ അടുപ്പിൻ്റെ ഉള്ളിൽ. വല്ലവരും മുട്ട ഇട്ടാ. അപ്പോൾ നമ്മുടെ ചിമ്പൂട്ടൻ എന്താ നമ്മുടെ താറാവുകളുടെ കുളിയൊക്കെ കണ്ട് ചിമ്പൂട്ടൻ അവിടെ ഇരിക്കുക കേട്ടോ. ഇനി താറാവുകൾ ഇവിടെ നിന്ന് കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇനി പുല്ലിലേക്ക് പോകും. അപ്പോൾ ചിമ്പൂട്ടൻ ഇവരുടെ പിന്നാലെ പുല്ലിലേക്ക് പോകും. ചിമ്പു
ശരിക്കും അതിന്റെ ലൈറ്റ് വന്ന് ഫോണിന്റെ ലൈറ്റ് വന്ന്. ഇവിടെ താറാവുകൾക്ക് പുതിയ വെള്ളം നിറച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ വലിയ ഇഷ്ടമായി. രണ്ടാമത്തെ കുളിക്ക് എല്ലാവരും ഇറങ്ങിയേക്കുന്നതാണ് കാണുന്നത്. നമ്മുടെ ചിമ്പൂട്ടൻ അവിടെ തന്നെ ഉണ്ട് കേട്ടോ. ചിമ്പു ഇനി ഇവരൊക്കെ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ മാത്രമേ ചിമ്പു പോരുള്ളൂ. ചിമ്പു ഇനി ഇവർ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേ ഇറങ്ങുള്ളൂ. ചിമ്പു കൂടി ഉണ്ട്. Behind the pots. ടയർ പഞ്ചറായി വെക്കുമ്പോൾ ചേട്ടാ അതിൻ്റെ ടയറിൽ നമ്മൾ എയർ അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എയർ നിൽക്കണില്ല. അത് എനിക്ക് തോന്നണു എന്തോ പഞ്ചറായിപ്പോയി തോന്നുന്നു. അതിൻ്റെ ടയർ നമ്മൾ മാറ്റിയിരുന്നു. അങ്ങനെ പോൾസൈഡൻ മറ്റേ ആ ചെറിയ മെഷീൻ വെച്ചിട്ടുള്ള പുല്ലുവെട്ടൽ കഴിഞ്ഞു. സാധാരണ നമ്മൾ അത് വെച്ചിട്ട് ഇവിടെ ബാക്കിൽ വെട്ടാറില്ല. നമുക്ക് കുറേ ഏരിയ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ വലിയ ട്രാക്ടർ എടുത്തിട്ട് വെട്ടാറുള്ളത്. ഇനിയിപ്പോൾ പോൾസൈഡൻ എനിക്ക് ട്രാക്ടർ എടുത്തിട്ട് വരെയായിരിക്കും വെട്ടാൻ വേണ്ടിയിട്ട്. ഇന്ന് നമ്മുടെ താറാവുകൾ ഭയങ്കര കുളിയാട്ടോ. ഇത് കുളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ 1 മണിക്കൂറിന് മേലെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയായിരുന്നു ഇവർക്ക് എന്തോ ഒരു പാർട്ടിക്ക് പോകാനുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള കുളിച്ച് തയ്യാറെടുപ്പാന്ന് ഞാൻ പിള്ളേരുടെ അടുത്ത് ഞാൻ പറഞ്ഞത്. ഇതേപോലെ ഒരു കുളി കണ്ടിട്ടില്ല കേട്ടോ. അത് കുളിയോട് കുളി. വൈകുന്നേരം വണ്ടി വഴിക്ക് വന്ന് പോരുത്. പോ വേണ്ട. അങ്ങോട്ട് പോകത്തില്ല. ശരിയാക്കി തരുന്നുണ്ട്. ഒരു രക്ഷയില്ലട്ടാ. ഇവരെ നമ്മൾ പിന്നിലാക്കിയാൽ അവർ പോയില്ലെന്നേ. ഇതിൻ്റെ സൈഡിൽ ഒരു കളർ കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് ഇവരെ കാണാൻ വേണ്ടിയിട്ട്. മുട്ടയിട്ടവരൊക്കെ ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി. എന്തിനാ അവിടെ കിടന്ന് സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ പൊന്നെ? പക്ഷെ അത് വലിയ ടയറല്ലേ കോസട്ടെ? വലുതായാലും കുഴപ്പമില്ലല്ലോ. എന്തിൻ്റെ ടയർ അത്? വീൽ ബാരോടെ തന്നെ. കോസട്ടെ എന്ത് സാധനം കിട്ടിയാലൊക്കെ എടുത്ത് വയ്ക്കും. ഇത് പണ്ടത്തെ വീൽ ബാരോടെ കണ്ടാന്ന് തോന്നല്ലേ. നമുക്ക് വേറൊരു ടയർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ടയർ മാറ്റിയിട്ട്. പക്ഷെ ഇത് കുറച്ച് ചെറുതാണ്, മറ്റേത് വലുത് തന്നെ നല്ലതല്ലേ. ഇത് 10-15 കൊല്ലായി.
10-15 കൊല്ലമായി. അത് ഏതിൻ്റെ പണ്ടത്തെ ഇതുണ്ടായിരുന്നതിൻ്റെ അല്ലേ? ഉപകാരത്തിൻ്റെ പെട്ടു 120 റണ്ണടുത്തുള്ള ഇന്ത്യ. അപ്പോൾ ചേട്ടൻ എവിടെ നിന്നിട്ട് ഇന്ന് ഇവിടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കളി കേട്ടാ. ഓ അവര് 89-5. ആര്? പാകിസ്ഥാൻ ജയിച്ചാ? ജയിച്ചില്ല. ഇന്ത്യ ജയിക്കോ പാകിസ്ഥാൻ ജയിക്കോ? പാകിസ്ഥാൻ ജയിക്കോ? ശരി. ഇന്നലെ പോൾസേട്ടൻ കളി കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇന്നലെ ആരായിരുന്നു പോൾസേട്ടൻ? സൗത്ത് ആഫ്രിക്ക. ഇന്നലെ സൗത്ത് ആഫ്രിക്കയും നെതർലാൻഡും തമ്മിലുള്ള കളിയായിരുന്നു. ആ കളി കാണാനാണ് പോൾസേട്ടൻ പോയത്. പക്ഷേ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിൻ്റെ ടിക്കറ്റ് പോൾസേട്ടന് കിട്ടിയില്ല. ആ പോൾസേട്ടൻ ആ കളി കാണാൻ വേണ്ടിയിട്ട് ഇന്നലെ പോയേക്കായിരുന്നു. പഴം വേണോ? എടുത്തോ. അപ്പോൾ നമ്മുടെ ചിമ്പൂട്ടൻ എന്താ ഇവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മൾ ഇവന് ക്യാൻ ഫുഡ് കൊടുത്തതാട്ടാ. ക്യാനിൽ തന്നെ നമ്മുടെ ആസ്പിൻ്റെ ഫുഡ് ഉണ്ടല്ലോ, ആസ്പിൻ്റെ പെറ്റ് ഫുഡ്. അതും വലിയ ഇഷ്ടമാണ്. എന്ത് കൊടുത്താലും കഴിച്ചോളും. എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മളെപ്പോഴും കൊടുക്കും കേട്ടോ ആൾക്ക്. ചിമ്പു നീ കഴിച്ചു കഴിഞ്ഞാൽ മുഴുവനും നല്ല ഉണ്ടപ്പനായിട്ട് വരുന്നുണ്ട് കേട്ടാ. ചിമ്പൂര് നമ്മൾ ചിക്കനൊക്കെയാണ് പൊഴിഞ്ഞ് കൊടുക്കണേ. പിന്നെ ചിമ്പു പിന്നെ ഉണ്ടപ്പനാ വേണ്ടിയിരിക്കുന്നത്. എന്തിനാ കഴിച്ചിട്ട് പൊക്കോ നീയേ. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുന്നത് എന്തിനാണെന്നറിയോ? ഇനി താറാവുകളൊക്കെ വരുമ്പോൾ ഇനി അവൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് ചാടി വരും. എന്നിട്ട് ഇവരെന്നെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ പോയിരിക്കുന്നത്. കോഴി എൻ്റെ ചിമ്പുവിൻ്റെ ഫുഡാണ് പോയിക്കണി. പോ നിൻ്റെ ഫുഡ് അവിടെ ഇരിക്കണം. അവിടെ വയ്ക്കി. എൻ്റെ ചിമ്പുവിൻ്റെ ഫുഡ് അവിടെ വയ്ക്കി. അത് ചിമ്പൂട്ടും വിശക്കുമ്പോൾ പിന്നെ ഒന്ന് കഴിക്കും. പോൾസേട്ടൻ പണിയൊക്കെ നിർത്തി കാര്യമായിട്ട് കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായി പോൾസേട്ടൻ? ഇന്ത്യ ജയിച്ചാ? ഓക്കെ, ജയിക്കാറായി. നേരത്തെ എന്ന് വെച്ചപ്പോൾ പോൾസേട്ടൻ വിഷമമായി. കണ്ടു കഴിഞ്ഞാൽ പിന്നെ പോൾസേട്ടൻ പണിയൊക്കെ നിർത്തി ഇരിപ്പായി. ഇപ്പോൾ പോൾസേട്ടൻ്റെ മുഖത്ത് ഒരു തെളിച്ചം കാണുന്നുണ്ട്. ഇന്ത്യ ജയിക്കാറായി എന്ന് പറയുന്നത്. ഇനി എത്ര റണ്ണാ സ്കോർ? എത്ര കിട്ടണം ഇനി? 8 റണ്ണും 1 ബോളും കിട്ടില്ലേ? കിട്ടിയാലോ? കിട്ടായിരിക്കും. 2 നോ ബോൾ എറിയണമെന്നാ. അതെന്തൊരു ബോളാണോ അത്? എന്തായിരുന്നാലും ഇവിടുന്ന് കണ്ടമാനം നമ്മുടെ ഇന്ത്യക്കാർ കളി കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ടിക്കറ്റിനൊക്കെ നല്ല പ്രൈസാട്ടാ. ഒരാൾക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും കുറഞ്ഞത് $300 അങ്ങനെ സ്റ്റേഡിയം ഫുള്ളാണ്. എങ്ങാനും ഇന്ത്യ എങ്ങാനും തോറ്റിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും വിഷമാവും. 2 സ്ഥലത്തും പോയിട്ടുണ്ട് കേട്ടോ. പാകിസ്ഥാൻ്റെ കളി കാണാനും പോയിട്ടുണ്ട്, ഇന്ത്യയുടെ കളി കാണാൻ നമ്മുടെ ഇന്ത്യക്കാരും പോയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇന്ത്യക്കും ജയിച്ച സന്തോഷത്തിൽ പോൾസേൻ്റെ പണി തുടരാൻ വേണ്ടിയിട്ട് പോകുന്നു. അവിടെ പണിയുണ്ട്. ഞാൻ പോൾസേനെ അവിടെ കുഴുകുത്തി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേരത്തെ പകുതി കുഴുകുത്തി. പിന്നെ അവിടെ പെട്ടെന്ന് ഭയങ്കര വെയിൽ വന്നു. അപ്പോൾ ഞാനവിടെ പണി നിർത്തി വെച്ചേക്കാം. അപ്പോൾ നമ്മുടെ ഒരു കോഴി ഇതാ ഇവിടെ നമ്മുടെ അടുപ്പിൻ്റെ ഉള്ളിൽ മുട്ടയിടാൻ വേണ്ടിയിട്ട് കയറിയിരിക്കുന്നുണ്ട്. അവിടെ ഇരുന്ന് എഴുന്നേറ്റ് പോരണ്ട. അപ്പോൾ അങ്ങനെ നമ്മുടെ ചിമ്പൂട്ടൻ ഇവിടെ സ്ഥലത്ത് ഇരിക്കുന്നുണ്ട്. നമ്മുടെ താറാവുകൾ അവിടെ ഇരുന്നിട്ട് പുല്ലൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചിമ്പൂട്ടൻ ഇവിടെ നിന്ന് മാറില്ല. എപ്പോഴും ഇങ്ങനെ തന്നെ ഇരുന്നോളും. അപ്പോൾ പോൾസേട്ടൻ ഇവിടെ മറ്റേ കാല് കുഴിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ നോക്കിയില്ലേ, അതിൻ്റെ ഇഷ്ടികയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടായിരുന്നു. പിന്നെ പോൾസേട്ടന് ഇഷ്ടികയൊക്കെ എടുത്ത് അവിടെ വലിയ കുഴിയൊക്കെ കുഴിച്ച് ഓൾറെഡി പോൾസേട്ടൻ്റെ അതിനകത്ത് കോല് ഇത് വെച്ചിട്ടുണ്ട്. ഇത് വെച്ച് ഇതാ സിമെൻറ്റ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ കണ്ടത്.
ഇതാണ് സിമെൻറ്റ് ഇവിടുത്തെ സിമെൻറ്റ്. ഇത് സിമെൻറ്റ് മാത്രമല്ലല്ലോ പോൾസേട്ടാ, അത് മറ്റേത് ആ മെറ്റലും സിമെൻറ്റും കൂടിയിട്ട് മിക്സ് അല്ലേ ഇത്? ആ മെറ്റലും സിമെൻറ്റും കൂടിയിട്ടുള്ള മിക്സ് ആട്ടത്. അത് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഉറപ്പിക്കുകയാണ്. എത്ര കിലോ മുന്തിരിയാണെങ്കിലും ഉണ്ടായാലും നമുക്ക് പ്രശ്നമില്ല. മുന്തിരി പക്ഷേ എന്തായാലും ഉണ്ടാകുന്ന പറഞ്ഞൂടാ. പോൾസേട്ടന് അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് അമർത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചട്ടിയിലുള്ള ഈ റോസാപ്പൂ നോക്കിക്കുക, അന്ന് കോഴി കയറിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ആകെ മാന്തിയിട്ടുണ്ടായിരുന്നല്ലേ. ഇതുമേ ഇപ്പോൾ നന്നായിട്ട് പൂവുണ്ടായി വരുന്നുണ്ട്. ഇത് രണ്ട് നമ്മുടെ സ്വിങ് സെറ്റിനും രണ്ട് സൈഡിലും താങ്ങ് കൊടുത്തിരുന്ന കോലുകളാണ്. അത് എത്ര വർഷം പഴക്കമുണ്ടെന്നറിയോ. നമ്മൾ വീട് വാങ്ങിച്ചപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. അത് കുറേ വർഷം പഴക്കമുണ്ട്. നല്ല സൂപ്പറും മരം അത്. ഇന്ന് മറ്റേ കോല് വയ്ക്കുമോ പോസേട്ടാ? മുകളിലേക്കുള്ള കോല് നമ്മൾ ഇന്ന് ഉറക്കില്ലേ? പെട്ടെന്ന് ഉറക്കിയില്ലേ? നാളെ ഉറക്കുള്ളൂ. 4 മണി നമുക്കിന്ന് വെക്കാം. അപ്പോൾ കാണാൻ ഭംഗിയുണ്ടാവും. പിന്നെ നമ്മുടെ ഈ മറ്റേ ഈ റോസൊക്കെ നമ്മൾ ഇതിൽ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. കുറേ പൂവൊക്കെ വന്നിന്ന് വാടിയൊക്കെ പോയി തുടങ്ങിയിട്ടാ. ഇനി വേറെ കുറേ വിരിഞ്ഞോണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. നല്ല ഭംഗിയാണ് അതിൻ്റെ പൂ കാണാൻ വേണ്ടിയിട്ട്. പോൾസേട്ടൻ റോസൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. എനിക്ക് ഇത് കഴുകി വെള്ളം ഒഴിച്ച് കൊടുക്കാനാന്ന് തോന്നുന്നു. പോൾസേട്ടന് നല്ല പണി ഉണ്ടായിട്ടാ. ഉച്ചയ്ക്ക് ഇറങ്ങിയിട്ടാണ് പോൾസേട്ടൻ പണിക്ക്. ഞാനിവിടെ കുറച്ച് നേരമൊക്കെ നിന്ന് പണിയെടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വീട്ടിൽ വീട് ക്ലീനിങ്ങും പിന്നെ കുക്കിങ്ങും അങ്ങനെയൊക്കെ ആയിട്ട് പണിയുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചായയും കൊണ്ട് ഇപ്പോൾ വന്നതാണ് പുറത്തേക്ക്. പിന്നെ എനിക്കവിടെ കുറച്ച് പുല്ല് വെട്ടാനുണ്ടായിരുന്നു. വലിയ മെഷീൻ വെച്ചിട്ട് പോൾസേട്ടൻ വെട്ടും. നമ്മുടെ ഡാലിയ തോട്ടത്തിൻ്റെ അവിടെ സൈഡിൽ നമുക്ക് വലിയ മെഷീൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് വെട്ടാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ അവിടേക്കൊന്ന് ഞാനൊന്ന് പുല്ലൊക്കെ വെട്ടി അതിന് വേണ്ടിയിട്ട് ഞാൻ മെഷീൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ മെഷീൻ എടുത്ത് വയ്ക്കണം. അപ്പോൾ നേരം സന്ധ്യ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചിമ്പുട്ടൻ്റെ അവിടെ അടിയിൽ വന്നിരിക്കുന്നുണ്ട്. അലീന അവിടെ നിന്നിട്ട് ചിമ്പുനെ വിളിക്കുന്നുണ്ട്. എന്തൊക്കെ കാണിച്ച് കൊടുക്കുന്നുണ്ട് ചിമ്പുനെ. ചിമ്പു അവിടെ റെസ്റ്റ് എടുക്കുകയാണ്. ഇത്ര നേരം ചിമ്പു കോഴിയുടെയും താറാവിൻ്റെ കൂടെയൊക്കെ കളിക്കുകയായിരുന്നു. ചിമ്പു ഭയങ്കര പാവാട്ടോ ചിമ്പു. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ. വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വലിയ സ്പെഷ്യലൊന്നും ഉണ്ടായിരുന്നൊന്നുമില്ല. രാവിലെ ഞങ്ങൾ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു. പള്ളിയിൽ കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് പിന്നെ കേക്ക് കട്ട് ചെയ്തു. പിന്നെ എവിടെയെങ്കിലും പോവാമെന്ന് പറഞ്ഞു. പിന്നെ നോക്കി കഴിയുമ്പോൾ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഭയങ്കര മഴയൊക്കെ പെയ്തേ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അത് ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഓക്കെ നമുക്ക് പുറത്ത് എന്തായിരുന്നാലും കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു, പണികളൊക്കെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്യാം. പിന്നെ കടയിൽ പോയപ്പോൾ കുറച്ച് കോണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കോണും ഗ്രില്ല് ചെയ്യാമെന്ന് പറഞ്ഞു. ഇത് നമ്മൾ പിന്നെ എപ്പോഴും ചെയ്യും തന്നെ. അങ്ങനെ ബർത്ത്ഡേക്ക് വേറെ വലിയ സ്പെഷ്യലൊന്നും ഉണ്ടായിരുന്നൊന്നുമില്ല. നല്ല കോണല്ലേ, നല്ല മൂക്കാത്ത നല്ല കോണാണ്. ഇവിടെ കോണൊക്കെ കണ്ടമാനം കൃഷി ചെയ്യും കേട്ടോ. ഈ സമയമാകുമ്പോൾ കോണൊക്കെ കൃഷി ചെയ്യും. കഴിഞ്ഞ വർഷം നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നു കോണ്. ഈ വർഷം ഞാൻ നടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു വച്ചിട്ടുണ്ട്, പക്ഷെ നട്ടിട്ടില്ല. ഇനിയിപ്പോൾ നട്ട് എന്നുണ്ടാവും എന്ന് അറിഞ്ഞൂടെ. അങ്ങനെ പോൾസേട്ടൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് പോൾസേട്ടൻ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ പോൾസേട്ടൻ ഞാൻ വെഡ്ഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ ചിക്കൻ തന്തൂരി എന്ന് വിചാരിച്ചിട്ട് പോൾസേട്ടൻ കഴിക്കണം.
കോണ് വേണ്ട പോൾസട്ടെ കഴിച്ചു നോക്ക് ടേസ്റ്റ് ഉണ്ടോ ചിക്കൻ തന്തൂരി പ്ലേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് ഇന്ത്യ ജയിച്ചാ പോൾസട്ടെ ഇന്ത്യ ജയിച്ചാ പാകിസ്ഥാന് ജയിക്കുള്ളൂ എന്ന് പറഞ്ഞിരുന്നു അവസാനമായപ്പോൾ ഇന്ത്യ ജയിച്ചു അല്ലേ ഇന്ത്യ ജയിച്ചു ഇനി എന്നാ ഇന്ത്യയുടെ അടുത്ത കളി ഇനി അറിയില്ല അല്ലേ Happy anniversary to you. Happy anniversary to you. Happy anniversary to Mommy and Papa. Happy anniversary to you. നല്ല സോഫ്റ്റ് ആയിട്ടാ കേക്ക് എനിക്ക് വേണ്ടേ I'll put on the camera screen. എനിക്ക് വേണ്ടേ I'll put on the camera screen. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മുട്ട എടുക്കാൻ വേണ്ടിയിട്ട് വന്നേട്ടാ രാവിലെ വന്നിട്ട് ഞാൻ കുറച്ച് മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു ചില കോഴികളൊക്കെ ലേറ്റായിട്ട് മുട്ടയിടാം ചിമ്പൂട്ടനെ നോക്കിയേക്ക് ചിമ്പൂട്ടൻ ഇവിടെ വന്നിട്ട് ഇപ്പം നേരെ രാത്രി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം സമയം ഇവിടെ 8 മണി ആയിട്ടുണ്ട് അപ്പോൾ താറാവുകളൊക്കെ ഇതേ ഇവിടെ കുളി കഴിഞ്ഞിട്ട് റെസ്റ്റിംഗ് ആണ് നമ്മുടെ ചിമ്പൂട്ടനുണ്ട് അവിടെ റെസ്റ്റിംഗ് ആണ് ചിമ്പുവിൻ്റെ കാര്യം ഭയങ്കര രസമായിട്ടാ ശരിക്കും ചിമ്പുവിൻ്റെ ഓരോ കാട്ടങ്ങൾ കണ്ടിരിക്കണം നമുക്ക് ഇങ്ങനെ ക്യാമറയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല ആൾ അങ്ങോട്ടും ഓടും ഇങ്ങോട്ടും ഓടും അവിടെ ഒരു കുഴിയുണ്ട് ഒരു പൈപ്പ് വെച്ചിട്ടുണ്ട് പോസേട്ടൻ അവിടെ ബാഡ്മിൻ്റൻ്റെ കോല് കുഴിച്ചിടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ കാലൊക്കെ ഇട്ടിട്ട് എന്തൊക്കെയോ ഇരുന്ന് കാണിക്കുന്നുണ്ട് ഇവിടെ താറാവുകൾ സ്ട്രെച്ചിങ് ഒക്കെയാണ് കുളിയൊക്കെ കഴിഞ്ഞ് കൂട്ടിൽ കയറാനുള്ള പരിപാടിയിലിരിക്കുകയാണ് അപ്പോൾ ഞാൻ ചിക്കൻ ഗ്രില്ല് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ കൈയിട്ട് നോക്കണം ചിക്കൻ ഗ്രില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് കുറച്ച് നമ്മുടെ ചിമ്പുട്ടിന് ഒരാഴ്ചക്കുള്ളതുണ്ട് ചിമ്പുട്ടിന് ഒരുപാട് വേണ്ടല്ലോ നമ്മുടെ ചിമ്പുട്ടിന് 2-3 പീസ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ആസ്പിൻകുട്ടിനെ നമ്മളിന്ന് കിടന്നിട്ട് കുറേ അന്വേഷിച്ചു കേട്ടോ അപ്പോൾ നമ്മൾ ചോദിച്ചാൽ ആസ്പിൻ എവിടെ പോയി എന്ന് അലീനയ്ക്ക് എല്ലാവർക്കും നേരെ വിഷമമായിട്ട് ഇരിക്കുകയായിരുന്നു ആൾ എവിടെയോ കിടന്നുറങ്ങായിരുന്നു വീടിൻ്റെ അകത്ത് എവിടെയോ അറിഞ്ഞൂടാ ഇപ്പം നമ്മൾ ഇതൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് ഇവർ നേരം വിളിച്ചുകൊണ്ടിരിക്കുന്നത് വിളിച്ച് കഴിഞ്ഞപ്പോൾ മുകളിൽ നിന്ന് ഇറങ്ങി വന്നേ എവിടെ പോയി ഇരുന്നേന്നുള്ളത് നമുക്ക് ആർക്കും ഒരു ഐഡിയ ഇല്ല ചിമ്പു അങ്ങനെ നമ്മുടെ വീട്ടിലെ ഒരാളായി മാറിയിട്ടാ ചിമ്പുട്ടിന് ശരിക്കും ഭാഗ്യമുണ്ട് കേട്ടോ ചിമ്പുട്ടിനും ഭാഗ്യമുണ്ട് നമ്മുടെ ആസ്പിൻകുട്ടനും ഭാഗ്യമുണ്ട് കാരണം ആസ്പിനെ നമുക്ക് സ്ട്രീറ്റിൽ നിന്നാണ് കിട്ടിയത് ചിമ്പുട്ടിനെ നമുക്ക് അതേപോലെ നമ്മൾ വളർത്തിയതല്ലല്ലോ എവിടെ നിന്നോ ചിമ്പുട്ടൻ വന്നതാണ് എന്നാൽ ചിമ്പുട്ടൻ ഇവിടെ വളരെ സന്തോഷമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ചിമ്പുട്ടന് നമ്മളൊരു വീട് ഓർഡർ ചെയ്തിട്ടുണ്ട് അതിപ്പോൾ അടുത്ത ദിവസങ്ങൾ വരും അപ്പോൾ ചിമ്പുവിന് അതിൻ്റെ ഉള്ളിൽ മഴയൊക്കെ പെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ അതിൻ്റെ ഉള്ളിൽ കൈയിട്ടിട്ടുള്ള ഓരോ കാട്ടായങ്ങൾ നമ്മുടെ കോഴികളും താറാവുകളും എല്ലാവരും കൂട്ടി കയറാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാട്ടെ കോഴികളൊക്കെ കൂട്ടി കയറാൻ പോണേന് മുമ്പ് ഒരു അരമണിക്കൂർ അവരുടെ തൂവിലൊക്കെ ഒന്ന് വിടർത്തി അതൊക്കെ ഇരുന്ന് ക്ലീനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ കൂട്ടിൽ കയറുള്ളൂ കേട്ടോ അതിനുള്ള പരിപാടികളൊക്കെയാണ് അവർ ക്ലീനിങ്ങൊക്കെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് പേരൊക്കെ കൂട്ടിൽ കയറുന്നുണ്ട് ചില കൂട്ടർ നേരത്തെ ഉറങ്ങാൻ വേണ്ടിയിട്ട് കയറും കേട്ടോ ചിമ്പൂട്ടൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും ഉണ്ടായൊന്നുമില്ല ഇനി അവിടെ പച്ചക്കറികളൊക്കെ നമ്മൾ കുറേയൊക്കെ നട്ടിട്ടുണ്ട് കുറേയൊക്കെ വലുതായി തുടങ്ങിയിട്ടുണ്ട് ചിമ്പൂട്ടനുണ്ടല്ലോ നമ്മുടെ താറാവ് കുളിച്ച് കഴിഞ്ഞിട്ട് കുഞ്ഞു പപ്പളം എടുക്കുന്നുണ്ട് അതിനൊക്കെ ഇട്ടിട്ട് കാലും കൊണ്ടൊക്കെ ഇട്ടിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട് ചെറുക്കൻ അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇനി നമുക്ക് അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് വരാം കേട്ടോ
ചിമ്പു ചിമ്പുട്ടാ ചിമ്പുട്ടാ